Welcome to a supplementary video by the English EduSpot to the 10th Standard English class part 56 by Victor's channel. വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ് 56 ഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് EduSpot ഒരുക്കുന്ന ഒരു സപ്ലിമെന്ററി വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് ഏതാനും ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് ആണ് അസൈൻമെന്റായി നൽകിയത്. ആദ്യം ടെക്സ്റ്റ് ബുക്ക് പേജ് 155 നൽകിയിരിക്കുന്ന ആക്ടിവിറ്റി 1. Prepare a list of phrasal verbs with put and use them in sentences of your own. Put എന്ന വേർബ് ഉൾപ്പെടുന്ന ഏതാനും ഫ്രേസൽ വെർബുകൾ നിങ്ങളുടെ സ്വന്തമായ സെന്റൻസുകളിൽ ഉപയോഗിക്കുക. Put across. Put across എന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം കമ്മ്യൂണിക്കേറ്റ് ഓർ കൺവേ an idea. ഒരാശയം വിശദമാക്കുക, ഒരു കാര്യം വിശദീകരിച്ച് പറയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എക്സാമ്പിൾ: Wanga tried to put across his miseries to his grandpa through a letter. Put down. Put down എന്നതിന് പ്രധാനമായും 2 മീനിങ്സ് ഉണ്ട്. സപ്രസ്, അടിച്ചമർത്തുക, ഒതുക്കുക എന്നൊക്കെ അർത്ഥം. എക്സാമ്പിൾ: Finally the police managed to put down the communal revolt. മറ്റൊരർത്ഥം റൈറ്റ് ഡൗൺ, എഴുതുക, രേഖപ്പെടുത്തുക എന്നൊക്കെ അർത്ഥം. Wanga put down his thoughts in his diary. Next, put back. Return or put something to where it was previously. ഒരു വസ്തു തിരിച്ചു വെക്കുക എന്നർത്ഥത്തിൽ. Example: Please put the laptop back into the shelf after your use. Next, put off. Postpone. ഏതെങ്കിലും തീരുമാനിച്ച ഒരു കാര്യം മാറ്റിവെക്കുക, നീട്ടിവെക്കുക എന്നർത്ഥത്തിൽ. എക്സാമ്പിൾ: Due to heavy rain, the tournament committee has decided to put off today's match. Put forward or put forth. ഈ 2 ഫ്രേസൽ വെർബുകളുടെയും അർത്ഥം സജസ്റ്റ് ഓർ പ്രപ്പോസ്, ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുക എന്നർത്ഥത്തിൽ. എക്സാമ്പിൾ: Our government has put forward many plans for handling waste. Next, put up with. Tolerate, സഹിക്കുക എന്നർത്ഥത്തിൽ. I cannot put up with the habit of smoking in public places. Next, put up. Construct or build. നിർമ്മിക്കുക, ഉണ്ടാക്കുക എന്നർത്ഥത്തിൽ. Police have put up barricades across the road to prevent protesters. Next, put out. Put out എന്നുള്ള ഫ്രേസൽ വെർബ് പ്രധാനമായും 2 അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. Put out ന്യൂസ്, മാഗസിൻസ് എറ്റ്സെട്ര. പബ്ലിഷ്, ഏതെങ്കിലും ഒരു മാഗസിൻ അല്ലെങ്കിൽ ന്യൂസ്, പുസ്തകം ഇതൊക്കെ പ്രസിദ്ധീകരിക്കുക എന്നർത്ഥത്തിൽ. എക്സാമ്പിൾ: Our school literary club has decided to put out a monthly magazine in English. മറ്റൊരർത്ഥത്തിൽ put out ഉപയോഗിക്കുന്നത് put out fire, extinguish, അണയ്ക്കുക, കെടുത്തുക എന്നൊക്കെ അർത്ഥത്തിൽ, തീ കെടുത്തുക എന്ന അർത്ഥത്തിൽ. എക്സാമ്പിൾ: The fireman put out the fire and saved people from the burning house. മറ്റൊന്ന് put on, wear. വസ്ത്രം ധരിക്കുക, ആഭരണം ധരിക്കുക, പാദരക്ഷകൾ ധരിക്കുക എന്നൊക്കെ അർത്ഥത്തിൽ put on ഉപയോഗിക്കും. എക്സാമ്പിൾ: Wanga put on his hat and ran out into the street. Now the assignment. The story Wanga ends as Wanga slept with some rosy hopes and dreamt of his grandpa reading the letter he had sent to him. വാങ്ക എന്ന കഥ യഥാർത്ഥത്തിൽ അവസാനിക്കുന്നത് വാങ്ക ചില സുന്ദര സ്വപ്നങ്ങളുമായി, പ്രതീക്ഷകളുമായി കിടന്നുറങ്ങി. താൻ മുത്തച്ഛന് അയച്ച കത്ത് മുത്തച്ഛൻ വായിക്കുന്നതായിട്ട് അവൻ സ്വപ്നം കണ്ടു. ഈ രീതിയിലാണ് കഥ അവസാനിക്കുന്നത്. എന്നാൽ സജസ്റ്റ് an alternative ending to the story Wanga and write it in your own words. വാങ്ക എന്ന ഈ കഥക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു എൻഡിങ്, ആ കഥ അവസാനിക്കുന്നതായി ഒരു നിർദ്ദേശം നിങ്ങൾ മുന്നോട്ട് വെക്കുക. എന്നിട്ട് ആ രീതിയിൽ
ഈ കഥ അവസാനിക്കുന്നതായി നിങ്ങളുടെ സ്വന്തം വാചകങ്ങളിൽ എഴുതുക. ടെക്സ്റ്റ് ബുക്കിലെ 154 പേജിൽ നൽകിയിരിക്കുന്ന 7ാമത്തെ ഒരു ആക്ടിവിറ്റി കൂടിയാണ് ഈ അസൈൻമെന്റ്. വാങ്ക എന്ന കഥ മറ്റൊരു തരത്തിൽ അവസാനിക്കുന്നതായി നമുക്ക് സങ്കല്പിച്ചു നോക്കാം. Everyone at Al-Yakin's house treated Vanga cruelly. അൽ-യഖീന്റെ വീട്ടിൽ വാങ്കയോട് എല്ലാവരും ക്രൂരമായാണ് പെരുമാറിയത്. His life was worse than a dog's life. അവിടെ അവന്റെ ജീവിതം ഒരു നായയുടെ ജീവിതത്തെക്കാൾ മോശമായിരുന്നു. He wished earnestly to escape from there. അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൻ വളരെയധികം ആഗ്രഹിച്ചു. So he wrote a letter to his grandfather, begging him to come and save him. അതിനാൽ അവൻ തൻ്റെ മുത്തച്ഛനൊരു കത്തെഴുതി, എത്രയും പെട്ടെന്ന് മുത്തച്ഛൻ വന്ന് രക്ഷപ്പെടുത്തണമെന്നൊക്കെ യാചിച്ചുകൊണ്ട്. When the grandfather read the letter, he felt enormously sorry for his mistake of having sent his grandchild to a cruel person. ആ കത്ത് വായിച്ച് ക്രൂരനായ ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് തൻ്റെ ഗ്രാൻഡ് ചൈൽഡിനെ, തൻ്റെ പേരക്കുട്ടിയെ അയച്ചതിലുള്ള വർദ്ധിച്ച ദുഃഖം ഗ്രാൻഡ് ഫാദർക്കുണ്ടായി. He determined to save him by any means. ഏത് തരത്തിലും അവനെ രക്ഷപ്പെടുത്തണമെന്ന് മുത്തച്ഛൻ തീരുമാനിച്ചു. He sought the help of his employer, Zivarev. തൻ്റെ മുതലാളി, തൻ്റെ യജമാനൻ സിവാരവിൻ്റെ സഹായം മുത്തച്ഛൻ തേടി. Zivarev was a rich man and he had many friends in Moscow. സിവാരവ് വളരെ ധനികനായിരുന്നു. മോസ്കോയിൽ അദ്ദേഹത്തിന് ധാരാളം സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. He immediately arranged to register a complaint against Al-Yakin for abusing children and ill-treating them as child laborers at his workshop. ഉടനെ തന്നെ അദ്ദേഹം അൽ-യഖീനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. കുട്ടികളെ തൻ്റെ വർക്ക്ഷോപ്പിൽ ചൈൽഡ് ലേബറേഴ്സായി ദുരുപയോഗം ചെയ്യുന്നതിന് എതിരായിട്ട്. Soon the police arrested Al-Yakin and saved all children, including Vanga. ഉടനെ തന്നെ പോലീസ് അൽ-യഖീനെ അറസ്റ്റ് ചെയ്തു. വാങ്ക ഉൾപ്പെടെയുള്ള എല്ലാ കുട്ടികളെയും മോചിപ്പിക്കുകയും ചെയ്തു. Vanga's grandfather took him back to their village. വാങ്കയുടെ മുത്തച്ഛൻ അവനെ അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. Vanga lived the rest of his life happily with his grandpa, helping him in his service at Zivarev's estate. പിന്നീട് വാങ്ക തൻ്റെ ജീവിതം സന്തോഷത്തോടു കൂടി മുത്തച്ഛനോടൊപ്പം ഗ്രാമത്തിൽ ജീവിച്ചു. മുത്തച്ഛൻ സിവാരവിൻ്റെ എസ്റ്റേറ്റിൽ സേവനത്തിലായിരുന്നു, അവിടെ ജോലിയിലായിരുന്നു. ആ ജോലിയിലൊക്കെ മുത്തച്ഛനെ സഹായിച്ചുകൊണ്ട്. ഈ രീതിയിലോ മറ്റേതെങ്കിലും രീതിയിലോ ഈ കഥ അവസാനിക്കുന്നതായിട്ട് വിദ്യാർത്ഥികൾക്ക് സങ്കല്പിച്ചെഴുതാവുന്നതാണ്. ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.